നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സിറിയ വീണ്ടും പുകയുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വെടിയൊച്ചകൾ മുഴങ്ങുന്നു. വീണ്ടും രക്തച്ചൊരിച്ചിലിന്റെയും പിടിച്ചെടുക്കലുകളുടെയും വാർത്തകൾ വന്നു തുടങ്ങി. രാജ്യത്തിന്റെ വടക്കുപടിഞ്ഞാറൻ നഗരമായ അലപ്പോയിൽ വിമത സൈന്യം ആധിപത്യമുറപ്പിച്ചു. സർക്കാർ സൈന്യം അവിടെ നിന്ന് പിൻവാങ്ങി. ഏറ്റവും പുതിയ വാർത്തകൾ ഇതെല്ലാമാണ്. ഔദ്യോഗിക സൈന്യത്തിന്റെ പിന്മാറ്റം പക്ഷേ താൽക്കാലികം മാത്രമാണ്. കൂടുതൽ ഏറ്റുമുട്ടലിന് തീർച്ചയായും ഈ പ്രദേശങ്ങൾ ഇരയാകും. ഒപ്പം നിരപരാധികളായ നിരവധി മനുഷ്യർ മരിച്ചു വീഴും. പതിനായിരങ്ങൾ അഭയാർത്ഥികളായി അലയും. മനുഷ്യർക്ക് പാർക്കാനാകാത്ത ഇടമായി മഹത്തായ പാരമ്പര്യമുള്ള ഈ രാജ്യം മാറും. ബഷാർ അൽ അസദിനെ അധികാരത്തിൽ താങ്ങി നിർത്താൻ റഷ്യയും ഇറാനും ഒരു ഭാഗത്ത്, എങ്ങനെയും അസദിനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും മറുഭാഗത്ത്. പലതരം കാരണങ്ങളുണ്ടാക്കി ഈ രണ്ടു വിഭാഗവും ഇനിയും ഏറ്റുമുട്ടും. ചിലപ്പോൾ അസദിന്റെ സൈന്യം രാസായുധം പ്രയോഗിച്ചു എന്നായിരിക്കാം, അല്ലെങ്കിൽ അമേരിക്കൻ വ്യോമാക്രമണമായിരിക്കാം, അതുമല്ലെങ്കിൽ വിമതർക്കിടയിൽ തീവ്രവാദികൾ നുഴഞ്ഞുകയറി എന്നതാകാം കാരണം. ബഷാർ അൽ അസദ് സ്വന്തം ജനതയ്ക്കുമേൽ നടത്തുന്ന ആക്രമണം, റഷ്യൻ ആക്രമണം, അമേരിക്കയുടെ നേതൃത്വത്തിൽ പാശ്ചാത്യ ശക്തികളുടെ സംയുക്ത ആക്രമണം, വിമത ഗ്രൂപ്പുകളുടെ ആയുധ പ്രയോഗങ്ങൾ വേറെ, തുർക്കിയുടെ വകയും ആക്രമണം, എല്ലാ ദുരന്തങ്ങളും വന്നു പതിക്കുന്നത് സിറിയൻ ജനതയ്ക്കുമേലും. 2011 മുതൽ ആഭ്യന്തര കലാപത്തിന്റെ പിടിയിലുള്ള സിറിയയിൽ ഏതാനും ദിവസമായി സൈന്യവും വിമതരും തമ്മിൽ അതിരൂക്ഷമായ പോരാട്ടമാണ് നടക്കുന്നത്. ടർക്കിഷ് സായുധ സംഘങ്ങളുടെ പിന്തുണയോടെ സുന്നി സായുധ സംഘമായ ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിലാണ് ബാഷർ അൽ അസദിന്റെ സർക്കാരിനെതിരെ പോരാട്ടം നടത്തുന്നത്. റഷ്യ വ്യോമാക്രമണം നടത്തിയെങ്കിലും മുൻപ് നൽകിയതുപോലെയുള്ള പിന്തുണ റഷ്യയുടെയും ഇറാന്റെയും ഭാഗത്തുനിന്ന് അവർക്ക് ലഭിക്കാൻ സാധ്യത കുറവാണ്. ഇറാന്റെ പിന്തുണയുള്ള ഹമാസും ഹിസ്ബുള്ളയും ഇസ്രയേലുമായി യുദ്ധത്തിലാണ്. മറുവശത്ത് റഷ്യ യുക്രൈനുമായി യുദ്ധം തുടരുന്നു. ഈ സാഹചര്യത്തിൽ പഴയതുപോലെ സിറിയയെ സഹായിക്കാൻ റഷ്യയ്ക്കോ ഇറാനോ കഴിഞ്ഞെന്നു വരില്ല. അതിനാൽ തന്നെ വിമതർ ആക്രമണം ശക്തമാക്കിയാൽ അത് അസദ് സർക്കാരിന് പരീക്ഷണകാലം തന്നെയാകും. സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള അലെപ്പോ നഗരത്തിൽ HTSന്റെ നേതൃത്വത്തിലുള്ള വിമതരുടെ സാന്നിധ്യം സിറിയൻ സൈന്യം സ്ഥിരീകരിച്ചു. നഗരത്തിന്റെ വലിയൊരു ഭാഗം വിമതർ കൈയടക്കി. ഏറ്റുമുട്ടലിൽ ഒട്ടേറെ സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടുവെന്ന് സൈന്യം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അലെപ്പോ നഗരത്തിന്റെ ഭൂരിഭാഗവും പിടിച്ചെടുത്ത വിമതർ സമീപ പ്രവിശ്യകളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. സിറിയയുടെ വടക്കു പടിഞ്ഞാറുള്ള ഇഡ്ലിബ് മേഖലയുടെ ഭാഗങ്ങളുടെയും അലെപ്പോയുടെ ഭാഗങ്ങളുടെയും ഹമ, ലഡാക്കിയ എന്നീ പ്രവിശ്യകളുടെയും നിയന്ത്രണം HTSന്റെ കയ്യിലാണ് ഇപ്പോൾ. ആഭ്യന്തര കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 370 കടന്നു. ബുധനാഴ്ചയാണ് ഹയാത്ത് തഹ്രീർ അൽ ഷംസ് എന്ന സംഘടന വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ അലെപ്പോയിൽ വിമത സായുധ ഗ്രൂപ്പുകൾ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ സൈന്യത്തിനെതിരെ ആക്രമണം തുടങ്ങിയത്. അലെപ്പോ നഗരത്തിന്റെ 3/4 ഭാഗവും വിമതർ പിടിച്ചിരിക്കുകയാണ്. സിറിയയിൽ അലെപ്പോ നഗരം വിമതർ കീഴടക്കി എന്ന വാർത്തകൾ വരുന്നു. ഇപ്പോൾ ഹമയിലേക്ക് നീങ്ങിയിരിക്കുകയും ചെയ്തു. റഷ്യയുടെ സഹായത്തോടെ സിറിയൻ സേന വിമതർക്കെതിരെ പോരാടുന്നു. റഷ്യ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ പിന്തുണയ്ക്കുന്നത് തുടരുകയാണ്. ഇസ്ലാമിസ്റ്റ് വിമതരും മറ്റ് വിമത ഗ്രൂപ്പുകളും സിറിയയിൽ പ്രദേശം പിടിച്ചെടുത്തതിനു ശേഷമുള്ള സ്ഥിതിഗതികൾ വിശകലനം ചെയ്യുന്നുണ്ട് എന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറയുന്നു. പിൻവാങ്ങുന്ന സിറിയൻ സൈന്യത്തിൽ നിന്ന് പിടിച്ചെടുത്ത സൈനിക ഹെലികോപ്റ്റർ വിമതരാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. സർക്കാർ അധീനതയിലുള്ള വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ഇഡ്ലിബിൽ ദിവസങ്ങളായി ഇരുവിഭാഗവും തമ്മിൽ കനത്ത ഏറ്റുമുട്ടൽ നടക്കുന്നു. രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരമായ അലെപ്പോയിൽ വിമതർ തങ്ങളുടെ കേന്ദ്രങ്ങളും സ്ഥാപിച്ചു. തലസ്ഥാന നഗരമായ ഡമാസ്കസിന് 350 കിലോമീറ്റർ വടക്കാണ് അലെപ്പോ. 2012 അലെപ്പോയുടെ പകുതി വിമതർ പിടിച്ചെടുത്തിരുന്നു. 4 വർഷത്തിനു ശേഷം റഷ്യയുടെ പിന്തുണയോടെ സിറിയൻ സർക്കാർ അലെപ്പോ തിരിച്ചുപിടിക്കുകയും ചെയ്തു. അവിടേക്കാണ് ഇപ്പോൾ വിമതർ കടന്നുകയറിയിരിക്കുന്നത്. 2016 സൈന്യം നഗരം പിടിച്ചെടുത്തു. ആദ്യമായാണ് വിമതർ അലെപ്പോ നഗരത്തിൽ പ്രവേശിക്കുന്നത്. ഇതിനു മുൻപ് ഉണ്ടായ കലാപത്തിൽ 5 ലക്ഷം പേർ കൊല്ലപ്പെട്ടിരുന്നു. 68 ലക്ഷം അഭയാർത്ഥികളുണ്ടായി. 1963 ഒരു അട്ടിമറിയിലൂടെയാണ് അറബ് സോഷ്യലിസ്റ്റ് ബാത്ത് പാർട്ടി സിറിയയിൽ അധികാരത്തിൽ വരുന്നത്. തുടർന്നുള്ള വർഷങ്ങളിൽ സിറിയ അട്ടിമറികളിലൂടെയും നേതൃമാറ്റങ്ങളിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. 1971 മാർച്ചിൽ ജനറൽ ഹഫീസ് അൽ അസദ് ബാത്തിസ്റ്റ് ഭരണകൂടത്തിൽ നിന്ന് ഭരണം പിടിച്ചെടുത്തു. സിറിയയിൽ ദീർഘകാലമായി വിവേചനം അനുഭവിച്ചിരുന്ന ഷിയ ന്യൂനപക്ഷമായ അലവി വിഭാഗത്തിൽ നിന്നുള്ള ആളായിരുന്നു ഹഫീസ് അൽ അസദ്. എന്നാൽ സിറിയയാകട്ടെ സുന്നി ഭൂരിപക്ഷ രാഷ്ട്രമായിരുന്നു.
1973 ജനുവരി 31 ഹഫീസ് അൽ അസദ് പുതിയ ഒരു ഭരണഘടന കൊണ്ടുവന്നു. ഇത് അറബ് സോഷ്യലിസ്റ്റ് ബാത്ത് പാർട്ടിക്ക് രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും നേതാവ് എന്ന സവിശേഷ പദവി നൽകി. സ്കൂൾ പാഠ്യപദ്ധതി വഴി ബാത്തിസ്റ്റ് പ്രത്യയശാസ്ത്രം നിർബന്ധിതമായി കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. സിറിയൻ സായുധ സേനയെ പാർട്ടി കർശനമായി നിയന്ത്രിച്ചു. ഇസ്ലാമിനെ ഔദ്യോഗിക മതമായി അംഗീകരിക്കുന്നത് ഇല്ലാതാക്കി. സിറിയൻ പ്രസിഡന്റ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളയാൾ ആയിരിക്കണം എന്നതുപോലുള്ള വ്യവസ്ഥകൾ എടുത്തുകളഞ്ഞു. ഈ നടപടികളെല്ലാം ജനങ്ങളുടെ ഇടയിൽ വലിയ എതിർപ്പാണ് ഉണ്ടാക്കിയത്. മുസ്ലിം ബ്രദർഹുഡ് പോലുള്ള പാർട്ടികൾ പ്രതിഷേധമുയർത്തി. 1976 മുതൽ 1982 കാലഘട്ടത്തിൽ മുസ്ലിം ബ്രദർഹുഡ് നടത്തിയ കലാപങ്ങൾ ഭരണകൂടം അടിച്ചമർത്തി. 1982 ഫെബ്രുവരിയിൽ ഹമാ നഗരത്തിൽ മുസ്ലിം ബ്രദർഹുഡ് നടത്തിയ പ്രക്ഷോഭം സൈന്യത്തെ ഉപയോഗിച്ച് മൃഗീയമായി ഹഫീസ് അൽ അസദ് അടിച്ചമർത്തി. 25,000-ലധികം ആളുകളെയാണ് അന്ന് സിറിയൻ സൈന്യം കൊലപ്പെടുത്തിയത്. അധികം താമസിയാതെ ബാത്ത് പാർട്ടി വെറും റബ്ബർ സ്റ്റാമ്പായി മാറി. അധികാരം അസദ് കുടുംബത്തിൽ പൂർണ്ണമായും കേന്ദ്രീകരിച്ചു. പിന്നാലെ ഉയർന്ന വിയോജിപ്പുകളെയെല്ലാം ഇല്ലാതാക്കാൻ ഹഫീസ് സായുധ സേനയെ വലിയ തോതിൽ ഉപയോഗിച്ചു. കടുത്ത സെൻസർഷിപ്പ്, കൂട്ടക്കൊലകൾ, നിർബന്ധിത നാടുകടത്തൽ, സാധാരണക്കാർക്കെതിരെ അഴിച്ചുവിട്ട പീഡനം എന്നിങ്ങനെ ഭരണകൂട ഭീകരതയുടെ എല്ലാ രീതികളും ഉപയോഗിച്ച് ഹഫീസ് 3 പതിറ്റാണ്ട് സിറിയ ഭരിച്ചു. 2000-ലാണ് ആ ഭരണത്തിന് അന്ത്യമായത്. അതോടെ സിറിയയിൽ ഭരണമാറ്റം നടന്നു. ഹഫീസ് അൽ അസദിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ ബാഷർ അൽ അസദ് സിറിയയുടെ പ്രസിഡന്റ് ആകുന്നു. ഇത് ജനങ്ങൾക്കൊക്കെ ഏറെ സന്തോഷമായിരുന്നു. കാരണം ഇംഗ്ലണ്ടിൽ പോയി പഠിച്ച ഡോക്ടറായ ബാഷർ അൽ അസദ് വളരെ ഗുണകരമായ മാറ്റങ്ങൾ ജനങ്ങൾക്ക് നൽകും എന്നാണ് പ്രതീക്ഷിച്ചത്. അസദ് വന്നതോടുകൂടി രാജ്യത്തെ പൊതുമേഖലാ കുത്തകയെല്ലാം അവസാനിപ്പിച്ചു. പല മേഖലകളിലും സ്വകാര്യവൽക്കരിക്കുകയും ചെയ്തു. പക്ഷേ ആനുകൂല്യങ്ങളെല്ലാം ഭരണ നേതൃത്വത്തിന്റെ അടുപ്പക്കാരിലേക്ക് മാത്രമാണ് എത്തിയത്. ഇതേസമയം സബ്സിഡിയും വിലപരിധിയും അവസാനിപ്പിച്ചത് ഗ്രാമീണ കർഷകർക്കും തൊഴിലാളികൾക്കും വലിയ രീതിയിൽ ദോഷം ചെയ്തു. 2006 മുതൽ 2010 വരെ ഉണ്ടായ വരൾച്ച, സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതെല്ലാം വളരെ രൂക്ഷമാക്കി. കൃഷിയിടങ്ങൾ വെറും തരിശുഭൂമിയായി മാറി. കർഷകർ വൻതോതിൽ നഗരങ്ങളിലേക്ക് കുടിയേറിപ്പാർത്തു. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഉയർന്നു. ഇതിനിടെയാണ് ടുണീഷ്യയിൽ അറബ് വസന്തം എന്ന പ്രതിഷേധ പ്രക്ഷോഭ വിപ്ലവ പരമ്പര പൊട്ടിപ്പുറപ്പെടുന്നത്. പിന്നാലെ 2011 മാർച്ചിൽ അയൽരാജ്യങ്ങളിലെ പ്രക്ഷോഭങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അസദ് ഭരണകൂടത്തിനെതിരെ തെക്കൻ നഗരമായ ദേരയിൽ നിന്ന് ജനാധിപത്യ അനുകൂല പ്രകടനങ്ങൾ ആരംഭിച്ചു. രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കണം, അരനൂറ്റാണ്ട് പഴക്കമുള്ള അടിയന്തരാവസ്ഥ അവസാനിപ്പിക്കണം, പൗരസ്വാതന്ത്ര്യം ഉറപ്പാക്കണം, അഴിമതി അവസാനിപ്പിക്കണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉയർത്തിയത്. എന്നാൽ അസദ് പ്രതിഷേധങ്ങളെയെല്ലാം ബലപ്രയോഗത്തിലൂടെ അടിച്ചമർത്തി. ഇതോടെ പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായി ഉയർന്നു. പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി. പ്രതിഷേധം വ്യാപിച്ചു. ആദ്യം സ്വയം പ്രതിരോധിക്കാനും പിന്നീട് തങ്ങളുടെ പ്രദേശങ്ങളെ സുരക്ഷാ സേനയിൽ നിന്ന് മോചിപ്പിക്കാനും വിമതർ ആയുധമെടുത്തു. വിദേശ പിന്തുണയോടെ നടക്കുന്ന ഭീകരപ്രവർത്തനം എന്ന് പ്രതിഷേധങ്ങളെ വിശേഷിപ്പിച്ച അസദ് ഏതുവിധേനയും സംഘർഷം അടിച്ചമർത്തുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ സംഘർഷം അതിവേഗം വർദ്ധിച്ചു. രാജ്യം ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങി. പിന്നാലെ രാജ്യവ്യാപകമായി 100 കണക്കിന് വിമത ഗ്രൂപ്പുകൾ ഉടലെടുത്തു. പോരാട്ടം അസദിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലാകാൻ അധിക സമയമെടുത്തില്ല. പണവും ആയുധങ്ങളും പോരാളികളും അയച്ചുകൊണ്ട് വിദേശ ശക്തികൾ പക്ഷം പിടിക്കാൻ തുടങ്ങി. അരാജകത്വം ശക്തമായി. ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പും അൽ-ഖ്വായിദയും പോലുള്ള തീവ്രവാദ ജിഹാദിസ്റ്റ് സംഘടനകൾ വളർന്നു വരാൻ തുടങ്ങി. യുദ്ധം അസദ് സൈന്യത്തെ ദുർബലമാക്കിയപ്പോൾ ഭരണകൂടം ഇറാനെയും റഷ്യയെയും കൂടുതലായി ആശ്രയിക്കാൻ തുടങ്ങി. റഷ്യയും ഇറാനുമാണ് പ്രധാനമായും സിറിയൻ സർക്കാരിനെ പിന്തുണച്ചത്. അതേസമയം തുർക്കി, പാശ്ചാത്യ ശക്തികൾ, ഗൾഫ് അറബ് രാജ്യങ്ങൾ എന്നിവർ വിമതരെയും പിന്തുണച്ചു. 2012-ലാണ് ഷിയ ഭൂരിപക്ഷ രാഷ്ട്രമായ ഇറാൻ സിറിയയിൽ ഇടപെടുന്നത്. അസദിനെ വലിയ തോതിൽ ഇറാൻ പിന്തുണച്ചപ്പോൾ വിമതരായ സുന്നി ഗ്രൂപ്പുകൾക്ക് സൗദിയാണ് പിന്തുണ നൽകിയത്. ഇതോടെ രാജ്യത്തെ സ്ഥിതിഗതികൾ അത്യന്തം രൂക്ഷമായി. ഏറെക്കാലമായി തുടർന്നു പോന്ന ഇറാൻ സൗദി ശത്രുത സിറിയൻ ആഭ്യന്തര യുദ്ധത്തിലും പ്രതിഫലിക്കാൻ തുടങ്ങി. മേഖലയിലെ മേൽക്കോയ്മയ്ക്കായി പരസ്പരം പോരടിച്ചിരുന്ന ഇരു രാജ്യങ്ങളും അതിനുള്ള വേദിയായി സിറിയയെ കണ്ടതോടെ കാര്യങ്ങളാകെ കുഴഞ്ഞുമറിഞ്ഞു. പിന്നാലെ തീവ്രവാദ ഗ്രൂപ്പുകൾ വിമതരെ കൂട്ടുപിടിച്ചു. പ്രതിഷേധങ്ങളെ വഴിതിരിച്ചുവിട്ടു. IS-ഉം അൽ-ഖ്വായിദയുടെ പ്രാദേശിക ഗ്രൂപ്പുകളും സിറിയയുടെ ചില ഭാഗങ്ങളിൽ വിമതരിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഏറ്റെടുത്തു. ഇത് പിന്നീട് മേഖലയ്ക്കൊന്നാകെ വലിയ ഭീഷണിയായി മാറി. ഇതിനിടയിൽ നിർണായക നയതന്ത്ര പിന്തുണ അസദിന് നൽകിയത് റഷ്യയാണ്.
UN സുരക്ഷാ കൗൺസിലിൽ സിറിയൻ ഭരണകൂടത്തിനെതിരായ നടപടികൾ വീറ്റോ ചെയ്താണ് റഷ്യ സഹായിച്ചത്. പിന്നീട് 2015 സെപ്റ്റംബറിൽ വ്യോമസേനയെ വിന്യസിച്ച് റഷ്യ നേരിട്ട് യുദ്ധത്തിന്റെ ഭാഗമായി. ഇതോടെ കിഴക്കൻ സിറിയയിലേക്ക് US-ഉം സൈന്യത്തെ അയച്ചു. റഷ്യയുടെ വ്യോമാക്രമണങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റിനെയും അൽഖ്വയ്ദയെയും ലക്ഷ്യം വെച്ചാണെന്ന് അവർ അവകാശപ്പെട്ടു. ഇത് പലപ്പോഴും മറ്റ് വിമത ഗ്രൂപ്പുകളെയാണ് ലക്ഷ്യമിട്ടതെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളുടെ നിയന്ത്രണം അസദ് സ്വന്തമാക്കി. ഇതിനൊപ്പം വിമത ശക്തികൾക്കും വലിയ വിദേശ പിന്തുണ ലഭിച്ചു. ഫ്രാൻസും ബ്രിട്ടനും അവർക്ക് സൈനിക പിന്തുണ നൽകി. ഇതിനിടെ തുർക്കി സിറിയയിൽ അധിനിവേശം നടത്തി. അഫ്രീൻ പോലുള്ള പ്രദേശങ്ങൾ കൈവശപ്പെടുത്തിയ തുർക്കി പ്രദേശത്തുനിന്ന് കുർദുകളെ പുറത്താക്കി അറബ് വിമത ഗ്രൂപ്പുകളെ പുനരധിവസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്തുതന്നെ വന്നാലും യുദ്ധം നഷ്ടം മാത്രമാണ് സിറിയയ്ക്ക് സമ്മാനിച്ചത്. നീണ്ടുപോയ ആഭ്യന്തര സംഘർഷങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു, ഭവനരഹിതരായി. ഇത് രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെയും വ്യവസായത്തെയും അമ്പെ തകർത്തു കളഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും തകർത്തെറിഞ്ഞ് ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെട്ടു, അഭയാർത്ഥികളായി മാറി. 2023 മാർച്ച് വരെ 5,03,064 പേരാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടത്. ഒരു പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധത്തിലൂടെ അസദ് സർക്കാരിന് രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളും, പ്രത്യേകിച്ച് പ്രധാന നഗരങ്ങളെല്ലാം വിമതരിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. എന്നാൽ രാജ്യത്തിന്റെ വടക്കൻ കിഴക്കൻ ഭാഗങ്ങളാണ് പ്രതിപക്ഷ ഗ്രൂപ്പുകളോ US പിന്തുണയുള്ള കുർദിഷ് സൈന്യമോ നിയന്ത്രിക്കുന്നത്. ഇതിനിടെയാണ് രാജ്യത്ത് വീണ്ടും ആഭ്യന്തര യുദ്ധഭീതി അലയടിക്കുന്നത്. ആഭ്യന്തര യുദ്ധ സമയത്ത് പോരാട്ടങ്ങളുടെ ശ്രദ്ധാകേന്ദ്രങ്ങളിൽ ഒന്നായിരുന്ന അലെപ്പോ നഗരത്തിലേക്കാണ് വിമതർ വീണ്ടും ഇപ്പോൾ കടന്നുകയറിയിട്ടുള്ളത്. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന് 350 കിലോമീറ്റർ വടക്കാണ് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഒന്നായ അലെപ്പോ. അലെപ്പോയുടെ 5 സമീപ പ്രദേശങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്ത വിമതർ തന്ത്രപ്രധാനമായ 50 പട്ടണങ്ങളും ഗ്രാമങ്ങളും പിടിച്ചെടുത്തു. അലെപ്പോ സർവകലാശാലയ്ക്കു നേരെ ആക്രമണം നടത്തി. പിന്നാലെ സർക്കാരിന് അലെപ്പോ വിമാനത്താവളം അടച്ചിടേണ്ടി വന്നു. ഇതിനിടെ വിമതരെ നേരിടാൻ അലെപ്പോ സർവകലാശാലയ്ക്ക് സമീപം റഷ്യൻ സൈന്യം നടത്തിയ വ്യോമാക്രമണം നടത്തി. വിമത സാന്നിധ്യം സ്ഥിരീകരിച്ച സിറിയൻ സൈന്യം സംഘർഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള 2019 സമാധാന കരാർ കലാപകാരികൾ ലംഘിച്ചെന്ന് ആരോപിച്ചു. ഒപ്പം റഷ്യയുമായി ചേർന്ന് ഇഡ്ലിബിൽ പ്രത്യാക്രമണം ശക്തമാക്കി. 2020 ശേഷം മേഖലയിൽ നടക്കുന്ന വലിയ സായുധ കലാപമാണ് ഇപ്പോൾ നടക്കുന്നത്. ഭീകര സംഘടനയായ അൽഖ്വയ്ദയുമായി ബന്ധമുണ്ടായിരുന്ന ഹയാത്ത് തഹ്രീർ അൽ-ഷാം HTS എന്ന സംഘടനയാണ് വിമത സംഘത്തിൽ പ്രധാനപ്പെട്ടത്. ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും ഭീകര സംഘടനയെ പ്രഖ്യാപിച്ച HTS ഭീകരബന്ധം ഉപേക്ഷിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യം സിറിയൻ സർക്കാരിന് ഏറ്റവും വലിയ വെല്ലുവിളിയാകാനുള്ള സാധ്യതകൾ ഒരുപാടാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.